ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ, നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്ക. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം, അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളു കുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റും ഇസ്മയിലേക്ക. ഹലോ, വാ വാ പിള്ള സാർ എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ, ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ, ഞാൻ തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സാർ, പിടിക്കടോ. അതെ, ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു, അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ്, എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ വൈകുന്നേരം ആയ യുദ്ധക്കളാവും. യുദ്ധക്കളം കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ, പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടി വെച്ച് പണി ഞാൻ ഒപ്പിച്ചേരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനെഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 പെടി അങ്ങ് വെക്കടാ. സാർ, തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ, ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാര് കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്ന് മൂക്കീന്ന് മാന്തിയതാടാ? അല്ല, ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ, നീ ഇവിടുത്തെ ആരാ? അയ്യോ, അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ, ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം 1-ാം തീയതിയാണ്. ആ പിരിവുകളൊക്കെ ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ എന്ത് ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? ഉത്തമോ, മാസം തികയുമ്പോ അനക്കുകൊള്ളാം. എന്നാ സാറേ, ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞു ക്വാർട്ടേഴ്സിലത് വേറെ. ഈ പോലീസായിട്ടുള്ള പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല. ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല, റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്? അതെ സാർ, ആയുഷ്കാല പോലീസ്. സാറേ, ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. എന്തേ? സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐജിക്ക് കണ്ണില്ലായിരുന്നല്ലേ? അല്ല, ഈ നീളത്തിലോരത്തിന് പോലീസിനെ എടുത്തോണ്ട് ചോദിച്ചാ? എടോ, അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പൊരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. കള്ളൻ ഓട്ടക്കൈയാണല്ല. 10 കാശ് കയ്യില് നിക്കില്ല. വാരിക്കോരി കൊടുത്തേ ശീലമുള്ളൂ. സത്യം, ഇതാണെന്ന് പഠിച്ച്. അതിരിക്കട്ടെ, ആയുസിന്റെ കാര്യം എന്തൊരു പറയണ്? നാട്ടുകാരുടെ ബുദ്ധിമോശം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോണ്. വേണ്ട വേണ്ട, എന്ത് ആയുസ് വേണ്ടെന്നാ? കാമഡി വേണ്ടാന്ന്. ആയുസിന്റെ കാര്യം എന്തൊരു പറയണു? കൊച്ചെ 100 അടുത്ത് ആയുസുണ്ടെന്ന രേഖയിൽ കാണുന്നേ. ദാനധർമ്മങ്ങൾ കൊണ്ട് കൂട്ടിക്കിട്ടാനും മതി. ഭാഗ്യവാനാണ് ഏട്ടാ. നീ ഒന്ന് ഒളിച്ചു വയ്ക്കാതെ ഫലങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പറ. പിള്ളേരൊക്കെ എങ്ങനെ? പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോ അച്ഛനെ എടുത്തിട്ട് ഇടിക്കും. അത് മൂപ്പര കയ്യിലേക്കേ കാണൂല, മക്കളെ കയ്യിൽ പോയി നോക്കി. നടക്കട്ടെ.
ഇവിടെ ഇപ്പൊ എന്തൊരു നടക്കണം എന്തൊരു നടക്കണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് തീരുമാനിക്കും. നിനക്ക് പന്തിരണോടെ? അല്ല, ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. ഈ നാട്ടുകാരനല്ലേ? അല്ല. അതാ സംഗതി പൊടി കിട്ടാത്തത്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങൾ രണ്ടാളുണ്ട്. അപ്പൊ ASI ഓ, അതില് വലിയ കാര്യമൊന്നുമില്ലടേ. ഇത് മാനത്തേക്ക് വെടിവെക്കുന്നത് പോലെ ഒരു കാക്കക്കിട്ട് കൊള്ളാനല്ല. കാക്കന്മാരെ പറ്റി സംസാരിക്കരുത്. കാക്കമാരല്ല, കാക്ക കാക്ക, കറുത്ത നിറത്തിലൊരു പച്ചി. ഇവരുടെ കൈയൊക്കെ എങ്ങനെ? വല്ല ഭാവിയുണ്ടോ? അത് പോലീസുകാരന്മാർക്ക് അതൊരു ഭാവിയുടെ ഏറിയ ഒരു ഏട്ട് മൂത്ത ഒരു ASI തീർന്നു. ഇപ്പൊ പിന്നെ ക്രിമിനൽസിനല്ലേ ഭാവികള്. കാട്ടുള്ള വീരപ്പന് വരെ MLA MP അല്ലെ പിന്നെ മുഖ്യമന്ത്രി വരെ ആവാം. പോലീസുകാർക്ക് ഭാവിയുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. നോക്ക്. പത്മനാഭൻ പിള്ള, സൺ ഓഫ് പത്മലോചനൻ പിള്ള, ഹെഡ് കോൺസ്റ്റബിൾ, തിരുവനന്തപുരത്ത് പട്ടത്ത് വീട്, ഈ പുല്ലാരംകുന്ന് സ്റ്റേഷനിൽ വന്നിട്ട് 2 വർഷം 3 മാസം 4 ദിവസം സുഖവാസം. ആമേ റൈറ്റ്? എന്റെ ശ്രീമപ്പനാവാ, ഇത് രേഖയല്ല. പേരും അഡ്രസ്സും ഒക്കെ സർവീസ് ബുക്ക് വായിക്കും പോലെ വായിച്ചു കളഞ്ഞത്. എന്റെ കൈയോട് നോക്കി. K. ഇസ്മായിൽ സൺ ഓഫ് അബ്ദുൽ ഹാജി, കോഴിക്കോട് കടലുണ്ടി സ്വദേശി. പോലീസിലാണെങ്കിലും കാര്യമായ ജോലി വെള്ളമടി. വേണ്ടാത്തൊന്നും പറയാതെ മക്കളുണ്ടാവോ? അയ്യോ, അത് നാട്ടുകാർ ചെയ്യേണ്ട പണിയല്ലല്ലോ. ഇങ്ങനെ വെള്ളമടിച്ച് ബോധമില്ലാതെ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയാ ഇങ്ങനെയൊക്കെ തന്നെ പോകും. നമുക്ക് ശരിയാക്കാം. ഇയാൾ ഇതെന്തിന് കാണിക്കണത്? പോലീസിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ കഥകളി കാണിച്ച് ജീവിക്കാമെന്ന. ASI ചാക്കോ ചെറിയാൻ അല്ലേ? കയ്യു മാത്രമല്ല, ഓ മുഖലക്ഷണം നോക്കി പേരും അഡ്രസ്സും വരെ പറയും. എന്താ പേര്? ജയരാജ്. എന്തിനാണോ പറയണോ? ഓന്റെ പേര് പിടിച്ചില്ല. എന്തരല്ലേ നിന്റെ പണി? പോലീസിലാ. കൈനാട്ടങ്ങളെ എന്നെ അല്ല, SI. ആ, ഇനി നിങ്ങളൊക്കെ സഹകരിച്ചാൽ കുറച്ചു കാലം ഇവിടെ കാണും. അതിനാ വന്നത്. എന്റെ ശങ്കരനാരായണ, കാണേണ്ടതായിരുന്നു ഇവിടത്തെ പൂരം. അങ്ങനെ വന്ന പാടെ വിറപ്പിച്ച് കളഞ്ഞില്ലേ. പിന്നെ ഓരോരുത്തർ എടാ തെക്കുവടക്കെ നിന്റെ പുതിയ SI ഞെട്ടിച്ചാണല്ലോ വരവ്. അതെ, അതിനാണല്ലോ പോലീസ്. ഞെട്ടിക്കും, നിങ്ങളൊക്കെ ഞെട്ടുകയും ചെയ്യും. ഈ പുല്ലൂരാങ്കുന്നിൽ ഏതൊക്കെ SIമാര് വന്നു പോയടോ. സണ്ണി ചായന്റെയോ അലക്സിയുടെയോ ഒരു അത്താഴ വിരുന്ന്. പിന്നെ വാലും മടക്കി തറയിലിരിക്കും. അവരിയ്ക്കുന്ന കസേരയുടെ 7 അടി ദൂരെ. എല്ലാരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ചിലര് ഈ പറഞ്ഞ തമ്പ്രാക്കന്മാരുടെ തലേ കയറിയിരുന്ന് തൂരും. ഓളാടന്ന് അയ്യേ, എന്തേടോ എന്റെ മുഖത്തൊരു വാട്ടം? അങ്ങോട്ട് പോയ ആവേശം കണ്ടില്ല, ഇങ്ങോട്ട് വന്നപ്പോ. ഏയ്, ഒരു SI രാജഗോപാല സാർ ഉണ്ടായിരുന്നില്ലേ? മീശയൊക്കെ പിരിച്ചു വെച്ച് കാക്കിയിട്ട് നെഞ്ചും പിരിച്ച് ലാത്തിയും കറക്കി ഒരു നടപ്പുണ്ടായിരുന്നു. എന്റെ പൊന്നോ, ആന എഴുന്നള്ളിച്ച് വരുന്ന പോലെ ഉണ്ടായിരുന്നു. വീരാനൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ എന്തേ വന്നപ്പോ എന്തായിരുന്നു പുകില്? ഉത്തമനെ കണ്ണെടുത്താ കണ്ടൂടായിരുന്നു. പിന്നെ നമ്മുടെ അടവുകൾ ഓരോന്നായിട്ട് അങ്ങോട്ട് പയറ്റി കഴിഞ്ഞപ്പോ പിന്നെ എന്തായി? ഉണ്ണാൻ ഉത്തമൻ, ഉറങ്ങാൻ ഉത്തമൻ, തിരിയാൻ ഉത്തമൻ, എന്തിനിപ്പൊ എടുക്കാൻ വരെ ഉത്തമൻ വേണമായിരുന്നു. പിന്നെ ഈ തോളത്ത് കൈയിട്ടുണ്ടല്ലോ ഈ അങ്ങാടിക്കൂടുള്ള നടത്തം വരെ. ഇത് ചെറുപ്പത്തിന്റെയാ. അല്ല, എന്നോട് വല്ലതും പറഞ്ഞ? ഇല്ല, അതല്ലേ അങ്ങേരുടെ വിവരക്കേട്. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആരാ എന്നൊന്ന് ചോദിക്കുക. സാർ, ഞാൻ ഉത്തമൻ എന്ന് ഞാനൊന്ന് പറയുക, അതല്ലേ എന്റെ ഒരു ശരി. ഇതൊരുമാതിരി റെയില് വിഴുങ്ങിയ പോലെ. നിങ്ങൾ കണ്ടോ വീരാനക്ക? തുമ്പിയെ പിടിക്കുന്ന പോലെ ദാ ഇങ്ങനെ മെല്ലെ പുഷ്പം പോലെ പിടിച്ച് അതിന്റെ കുഞ്ഞു വാലൊരു നൂലും കെട്ടി ഇതിങ്ങനെയാണ് വിട്ട തുള്ളിക്കില്ലേ ഉത്തമൻ? ആളൊരു ശൂരനാന്ന് കേട്ട്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ആ, വീഴ്ത്താമോ ഒന്ന് ഈ ഉത്തമനൊന്ന് നോക്കട്ടെ. ആ വീരടുക, ഒരു സ്പെഷ്യൽ ചായ, ഒരു സ്പെഷ്യൽ കാപ്പി, രണ്ടും വിത്തൗട്ട് ആയിക്കോട്ടെ. പഞ്ചസാര സെപ്പറേറ്റ് പൊതിഞ്ഞെടുത്തോ. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം. അമ്മയ്ക്ക് നാരങ്ങ വെള്ളം തന്നെ ആയിക്കോട്ടെ. കുളം എത്ര കണ്ടതാ? എത്ര കുളം കണ്ടതാ? പെട്ടെന്ന് എടുത്തോ. 84 84 85 85 86 86 87 87 88 88 89 100. 89 കഴിഞ്ഞ പിന്നെ 100. നീ ഏത് സ്കൂളിലാണ് പഠിച്ചത്? സ്കൂളിന്റെ കുഴപ്പമില്ല സാറേ, വയ്യാഞ്ഞിട്ടാ. ഇനി അടുത്ത തവണ പിടിക്കുമ്പോ ഈ ഏത്തം കൂടെ ചേർത്തിട്ടേക്കാം. അപ്പൊ നീ ഈ പണി നിർത്താൻ കണ്ടല്ലേ? നിർത്താനാ? കഷ്ടപ്പെട്ട് പഠിച്ച തൊഴിലാണ് സാറിനത് പറയാം. നിങ്ങൾക്കൊക്കെ പെൻഷൻ കിട്ടും. എന്റെ പോക്കറ്റ് അടിക്കാരായ ഞങ്ങളുടെ കഥ അതാണ്. ഞങ്ങൾക്ക് എവിടുന്ന പെൻഷൻ? കഷ്ടപ്പെട്ടാ ജീവിക്കാം. അപ്പൊ പിന്നെ നീ തുടങ്ങിക്കോ. ചെറിയാൻ, ഓ, മിനിസ്റ്ററുടെ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസം. എന്താണാവോ? ഉദ്ഘാടനം കഴിഞ്ഞ മിനിസ്റ്റർ സുഹൃത്തിന്റെ വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ ഇതുവഴി പോകും. ഉറപ്പില്ല, എന്നാൽ നമ്മൾ ഡ്യൂട്ടിക്ക് ആളെ വിടണം വേഗം. അല്ല, കോൺസ്റ്റബിൾസ് 3 പേരും അവരെവിടെ പോയി? മാധവന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മയും കൊണ്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയി? അല്ല, ഹോസ്പിറ്റലിലേക്ക് പോയി. ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പൊ പിള്ള ഇസ്മായിലും പിള്ളയും ഇസ്മയിലും കൂടി കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലോ? താൻ എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളും ഹോസ്പിറ്റലും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലോ? ഉത്തമൻ ആ, ഉത്തമൻ ഇല്ല, അത് തന്നെ. ഒന്ന് നിർത്തോ. ജോലിക്കാരിയാണ് ഞാൻ പറയുന്നത്. ഡ്യൂട്ടിക്ക് ആള് വേണം. ഇല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്ത് ഞാൻ SP ക്ക് എഴുതും.
ഞാൻ ഇനി എവിടെ പോവും എന്റെ കർത്താവേ? കൂലിപ്പണിക്ക് കൊത്താനും കളയ്ക്കാനും തമിഴന്മാരെ വരെ കിട്ടാത്ത കാല. എന്നിട്ടാ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് 3 പോലീസുകാർ വേണമെന്ന് പറയുന്നത്. വല്ല കടയിലും വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള കാശ് കൊടുത്ത് 3 അല്ല 300 പോലീസുകാരെ ആ മന്ത്രിയുടെ സുഹൃത്തിന്റെ അമ്മയുടെ തലയിൽ പണ്ടാറടിക്കാനെ. ഒരാളെ കിട്ടാൻ എന്താ ചെയ്യാ? അതെ, ഒന്നിങ്ങോട്ട് വന്നേ ഒരു മിനിറ്റ്. ഓ എന്തേ? ഞാൻ മതിയാ. നമ്മളിപ്പോ എവിടെ നിർത്തിയത്? ഓർമ്മയില്ല. ഓർമ്മയില്ല അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അയ്യോ, ഓർമ്മ വന്ന് 88. 88 അവിടെ നിൽക്കട്ടെ. അതിനാരും കൊണ്ടുപോയില്ല. വേണമെങ്കിൽ 2 പോലീസുകാരെ കാവൽ നിർത്താം. നിന്ന് ഞാൻ ശരിയാക്കി തരാടാ. 1 2 SI ഇവിടെ ഇല്ല. SP യുടെ ഓഫീസിലേക്ക് പോയിരിക്കാണ്. ഇത് നെല്ല് കുത്തിയ പൊടിയേരി രാവിലെ കഞ്ഞിക്കുള്ളത്. അപ്പൊ അവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞിട്ടില്ല. കടുമാങ്ങ. കടുമാങ്ങ വളരെ നല്ലതാണ്. പിന്നെന്താ ഉള്ളത്? ഇത് നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ എനിക്ക് ഇഷ്ടാണെന്നേ. ഇത് ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് എന്താണാവോ? ഇവിടെ 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 സാധാരണ എന്താ ഉപ്പിലിടുക? എന്തു വേണമെങ്കിലും ഉപ്പിലിടാം. എനിക്കറിയില്ല ആരെയാണ്. ഇതും നെല്ല് കുത്തിയരി. താൻ കുറേണ്ട് നെല്ല് കുത്തണം. നെല്ലല്ല അമ്പഴങ്ങ കുത്തി അരി ഉണ്ടാവും. ഇവനാരാ? അവൻ ആരാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ ആരാ? ഞാൻ കുഞ്ഞിരാമ മേനോൻ. അയ്യ എന്തിനിത് കണ്ടാർജുടെ കുഞ്ഞിരാമനാണ്. ഇവിടത്തെ SI ജയരാജിന്റെ അമ്മാവൻ കുഞ്ഞിരാമ മേനോൻ. ദൈവമേ, ഒരു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് കുഞ്ഞിരാമൻ ചേട്ടനാണെന്ന്. ചായ കുടിക്കണോ സാറേ? ചായ വേണ്ട, പിരിയും. ചായ പിരിയില്ല. ചായ അല്ലടോ, ചായ അകത്ത് എന്നാൽ 2 കൂടി പിരിയും. ഓ മറ്റവൻ. അപ്പോ ആ പുറത്ത് നിക്കണ കുട്ടി ആരാണാവോ? അതെന്റെ മോളാ. ഇത് കേസ് മറ്റേത് തന്നെ. എന്താ പരാതി എന്ന് വെച്ചാലേ അവിടെ ഒരു കംപ്ലൈന്റ് ബുക്ക് ഉണ്ട്, എഴുതി വെച്ചിട്ട് പോ. SI സ്ഥലത്തില്ല, വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പണി ഉണ്ടാക്കി വെക്കരുത്. എക്സ്ക്യൂസ് മീ, താൻ ഇവിടുത്തെ ആളാണോ? ഈ കാക്കി ട്രൗസറും ജീപ്പും കൂടി കണ്ടിട്ടേ എനിക്ക് എന്താ മുനിസിപ്പാലിറ്റിയിൽ തോട്ടിപ്പണിയാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ജയരാജ് സ്ഥലത്തില്ലേ? എന്തോ ജയരാജെന്ന് ഗുരുവായൂർ വെച്ച് ചോറ് കൊടുക്കാൻ നേരത്തെ നിന്റെ മടിയിലിട്ട് കൊഞ്ചിച്ച പേരാണല്ലോ. SIനെ കേറി ജയരാജെന്ന് ആരാണെന്ന് നിനക്കറിയോ? ആരല്ലേ? എനിക്കെന്ത് അല്ല, നീ അറിയണം. ഞാൻ കുഞ്ഞിരാമ മേനോൻ, SI ജയന്റെ അമ്മാവൻ, പത്മിനിയുടെ ജ്യേഷ്ഠൻ. ഇല്ല, ചുരുക്കേ പറയുന്നുള്ളൂ. ചുരുക്കി പറയണ്ട. ഇത് ജയരാജ് സാറിന്റെ അമ്മാവൻ, ഇത് ജയരാജ് സാറിന്റെ മുറപ്പെണ്ണ്. ജയരാജ് സാർ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടി. സാധനങ്ങൾ എടുത്ത് കാറിൽ വെക്കടാ. വേണ്ട, എന്റെ കാലിൽ പിടിക്കണ്ട. കാല് പിടിക്കാനല്ല, ഭരണി എടുത്തു വെക്കാനാ. ഓ, ശുദ്ധനാ. ഇവന്റെ പേരാ? പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, നിഗര പരീക്ഷിക്കണ്ടേ. സോറി. എടുത്തു വെക്കാൻ സാധനങ്ങൾ വെക്കണം. ആഹാ, ഏട്ടനും ദേവിക്ക് ഇപ്പോഴേ വിസ കിട്ടിയുള്ളൂ ഇങ്ങോട്ടൊക്കെ പുറപ്പെടാൻ. പിടിക്ക്. വേഗം പിടിക്കടി. ഓ അതെ, 2 പേരും വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? 2 ഞാൻ കരുതിയിട്ടുണ്ട്. ഏട്ടൻ എന്തും കഴിക്കും. ഏട്ടൻ എന്തും കഴിക്കും. ഓക്കെ. ഈ കുട്ടി രക്തബന്ധത്തിലുള്ളവർക്കല്ലേ തിരിഞ്ഞു നോക്കാൻ നേരം ഇല്ലാത്തത്. പകരം ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നതാ. പെട്ടി സാധനങ്ങളൊക്കെ. ആ ലൗഡ് സ്പീക്കർ സാറിന്റെ അമ്മാവൻ, മറ്റേത് ലൗഡ് സ്പീക്കറിന്റെ മകള്. സാറ് കെട്ടാൻ പോണ പെണ്ണ്. വാ. ഇതൊരു കാട്ടുമുക്കാ മോളെ. പത്മിനി, ജയനോട് എങ്ങനെയുണ്ട്? അവനായിട്ട് കുഴപ്പത്തിനൊന്നും പോവില്ല ഏട്ടാ. ആരെങ്കിലും കുഴപ്പത്തിന് വന്നാ വിട്ടുകൊടുക്കേയില്ല. അപ്പൊ അച്ഛന്റെ മോൻ തന്നെ. എല്ലാരും കൂടെ പറഞ്ഞു മൂപ്പര് കൊമ്പത്ത് കയറ്റി. അമ്മാവനിങ്ങ എത്തിയോ? നീയായിരുന്നോ? ഞാൻ വിചാരിച്ചു അമ്മാവന്റെ കൂടെ ഏതൊരു മുടി വളർത്തിയ ചെക്കനെന്ന്. എന്തു പറ്റി 2 പേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ? പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഓ, പോലീസുകാർ അക്ഷരവിരോധികളാണല്ലോ അല്ലേ? എടി വെള്ളപ്പാറ്റെ, നീ പോലീസുകാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഈ നാട്ടിലെ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് മനുഷ്യന്മാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാ. ഇതൊന്നും പോലീസുകാർക്ക് അറിയില്ലെന്നുണ്ടോ? ഈ പറഞ്ഞതൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർസുകൾക്കും ബാധകമാണടി. ഓ, കണ്ടതും തുടങ്ങി 2 കൂടി. അതെ, ഇവന്റെ ഒരു വിവരമില്ലാത്തോണ്ട് ഇവളെ. അച്ഛാ, ആരും ഒന്നും പറയണ്ട. എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. ഒന്ന് വരണം. ഇയാൾ എന്നെ കെട്ടുന്നുണ്ടോ? അങ്ങനെയാണല്ലോ കീഴ്വഴക്കം. ഉറപ്പെണ്ണല്ലേ? വേണമെങ്കിൽ കെട്ടാം. ഇല്ലടാ, പിന്നെ വേണമെങ്കിൽ കെട്ടാവുന്നതാണ്. ഇനി എന്നാണാവോ മൂത്ത് നട്ടല് വരെ നരച്ചിട്ടോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ ക്യാൻസൽ ചെയ്യാം. എന്താടാ? അല്ല, പിന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, പക്ഷെ ക്യാൻസൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ കാര്യം അറിയാനാ ഞാൻ വന്നത്. എന്നെ കെട്ടാൻ ആളുകൾ ക്യൂവിലുണ്ട്. അത് തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കെങ്ങനെ. നല്ല ചെത്ത് പയ്യന്മാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര്, ഡോക്ടർമാര്. അതെ അതെ,
ഊളംപാറയിലെ നല്ല ഒന്നാം തരം ഡോക്ടർമാര്. അവരാകുമ്പോ ഇവളുടെ മരുന്ന് മുടങ്ങില്ല. ദേ, അതാര് വേണം ഞാൻ തീരുമാനിച്ചോളാം. ഓ ഉത്തമ. ഓ എടാ, എന്നെ എന്നും വിളിക്കാറുള്ള പെണ്ണില്ലേ? ഏത് പെണ്ണ്? ഇവൻ ഏത് കണ്ടന്ത്ര ജാനു. ഓടാ അവിടുന്ന്. ജയേട്ടാ, എനിക്ക് ജയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. ജയേട്ടൻ കെട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറയുന്ന ആ സുന്ദരി പെണ്ണ്, നമുക്ക് അവളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉവ്വ്. ഈ തമാശ ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ മോന്ത കണ്ടിട്ട് ആര് വിളിക്കാൻ? ഇതൊക്കെ ഓരോ ആഗ്രഹങ്ങളാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊക്കെ ഒരു ഒത്തു കിട്ടല. ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഇനി ജീവിതത്തിൽ കിട്ടിയെന്ന് വരില്ല. എന്റെ പൊന്നോ, എന്തൊരു ഉഗ്രൻ തറവാട്ട് മഹിമയാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പോലീസുകാരുടെ വൃത്തികെട്ട ബുദ്ധിയിലെ തലയ്ക്കകത്തുണ്ടാവുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല, പീഡന കേസിലാ ഒത്തുട്ടോ. എന്താ ഏട്ടാ? ഒന്നുമില്ല. ഇതെന്താ അമ്മ ഇവരിങ്ങനെ? ഞാൻ ആകെ പേടിച്ചു പോയില്ലേ? ഇവിടുന്ന് കീരിയും പാമ്പും പോലെ പോയവരാ, ഇപ്പതാ ചക്കരയും പീരയും പോലെ. അവര് ചെറുപ്പകാലം തൊട്ട് അങ്ങനെയാ, നീ അത് കാര്യാക്കണ്ട. എന്നാലും എനിക്കെന്തോ ഒരു മനസമാധാനം കിട്ടുന്നില്ലമ്മേ. നമുക്ക് ഈ കല്യാണം ഉടനടി അങ്ങ് നടത്തിയാലോ? എന്തിന്, നാളെ തന്നെ അങ്ങോട്ട് നടത്താം. എടീ, സാധനങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ടേ. മൊത്തം എത്ര പേര് കാണും? മൊത്തം ഇപ്പോ സ്റ്റേഷനിലും ക്വാർട്ടേഴ്സിലൊക്കെ കൂടി വിളിച്ചു വരുമ്പോ പോലീസുകാർ ഒരു 20, 30, 40, 50, പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടി ഒരു 100 എന്ന് കൂട്ടാം. പിന്നെ ഞാന്, നീയെ, അമ്മ, അമ്മാവനൊക്കെ കൂടി ഒരു 105. പിന്നെ അമ്മയുടെ പഴയ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടാവോ? കൂടെ പഠിച്ചവര്, ഫുഡടിക്കാൻ പാത്തിന് പല്ലക്കൊള്ളവരെ. കണ്ണാ, ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുമോ? ജോത്സ്യനെ കാണണം, മുഹൂർത്തം കുറിക്കണം, അങ്ങനെ പലതുണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലേ നമുക്ക് ആ ജോത്സ്യനെ ഇപ്പൊ തന്നെ പോയി കാണാം. ഇവന്റെ ഒരു കാര്യം. എന്താണ് ഇത്? പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തേമാ നല്ലത് വിളിച്ചൂടല്ലോ. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എപ്പോഴാ കല്യാണം? ഞാൻ ഇപ്പൊ റെഡി. പക്ഷെ ഞാനും ഓക്കെ.